രാവിലെ ഇന്ന് നമ്മുടെ കേരളത്തിൽ മൂന്നാല് ജില്ലകളിൽ ഒരു സമരം നടക്കുകയാണ്. കേരള പ്രൈവറ്റ് ബസ് അസോസിയേഷൻ്റെ വക കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പിന്നെ ആലപ്പുഴയിലും സ്വകാര്യ ബസ്സുകളുടെ സമരം നടക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ഈ ഒരു യാത്രയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സമരം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഈ പ്രിയദർശിനി പദ്ധതിക്കെതിരെയാണ്. ഈ ഒരു അവസരത്തിൽ പ്രൈവറ്റ് ബസ് ഉടമകളുടെ ഈ ഒരു സമരം ശരിക്കും ഉചിതമാണോ? അവരുടെ സമരം ഉചിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബസ്സുകളിൽ പൊക്കോണ്ടിരുന്ന ആളുകൾ അത് സമയം പാലിച്ചാണല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് എപ്പോഴും ഓട്ടം കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ സമയവും വൈകുന്നേരത്തെ സമയമാണ്. കാരണം ജോലിക്ക് പോകുന്ന സമയവും ജോലി കഴിഞ്ഞ് വരുന്ന സമയവുമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ കൂടുതലും സ്ത്രീകളൊക്കെ പൊക്കോണ്ടിരുന്നത് പ്രൈവറ്റ് ബസ്സിലാണ്. കാരണം ഈ മത്സര ഓട്ടങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. എനിക്കൊന്ന് ഇവിടെയും എല്ലാ സ്ഥലങ്ങളും, നമ്മൾ പാലുവയിലാണ്, എറണാകുളം ജില്ലയിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ കൊല്ലത്താണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് KSRTC ബസ് എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പിട്ട് ബസ് എടുക്കും. അപ്പോൾ ബസ് ആദ്യമേ പോവും, KSRTC പുറകെ വരും. KSRTCയേക്കാൾ മുന്നേ ഓടി ബസ്സിൽ ആളുകളെ എടുത്തുകൊണ്ട് പോകും. KSRTC ഇടയ്ക്ക് ഫ്രണ്ടിൽ കയറും, വീണ്ടും വെട്ടിച്ച് അടുത്തടുത്ത്, അങ്ങനെ മത്സര ഓട്ടങ്ങളായിരുന്നു. ഈ മത്സര ഓട്ടങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം എത്തുന്നതുകൊണ്ട് ആദ്യം സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സുകളിൽ കയറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടായതുകൊണ്ട് അവരെന്ത് ചെയ്യും? പ്രൈവറ്റ് ബസ്സുകൾ വരുമ്പോൾ കയറാതെ മാറി നിന്നതിന് ശേഷം KSRTC ബസ് വരുമ്പോൾ അതിൽ കയറി പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് ബസ്സുകൾ പലപ്പോഴും അവരുടെ ഓട്ടങ്ങൾ പൂർണ്ണമാക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഇഷ്ടത്തിനായിരുന്നു ഇത്രയും കാലം പൊക്കോണ്ടിരുന്നത്. പ്രൈവറ്റ് ബസ്സിലെ പല ആളുകൾക്കും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വളരെ മനോഹരമായിട്ട് കസ്റ്റമറെ അല്ലെങ്കിൽ വരുന്ന ആളുകളെ ഡീൽ ചെയ്ത് പോകുന്ന ആളുകളുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഗുണ്ടായിസം കാണിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ ബസ്സുകളല്ല, വളരെ മാന്യമായിട്ട് നമുക്ക് ദിനവും പോകുന്ന, വളരെ നമ്മളോട് മാന്യമായിട്ട് സംസാരിക്കുന്ന ബസ് ഉടമകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മൾ ST കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ നമ്മളൊരു പുച്ഛത്തോടെയാണ് കാണുന്നത്. അങ്ങനെയുള്ള ബസ്സുകളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകളാണ് ഞാൻ തന്നെ എൻ്റെ കലാലയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ, ജോലി ചെയ്യുന്ന വലിയ ആളുകൾ മാത്രം കയറിയാൽ വിദ്യാർത്ഥികൾ പുറകിൽ വേറെ ബസ് വരുന്നത് അതിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നൊരു സാഹചര്യവും ബസ്സുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ധാർഷ്ട്യത്തിനൊരു അന്ത്യം വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ നശിച്ചു തുടങ്ങിയത്? അത് പ്രിയദർശിനി ബസ് വന്നതുകൊണ്ട് മാത്രം ഒരിക്കലുമല്ല. ഇതിനു മുമ്പോട്ട് കോവിഡിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ടാക്സ് കൂട്ടി, കോവിഡിൻ്റെ സമയത്ത് ഓടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അത് സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച കൊണ്ട് എത്ര ബസ്സുകളാണ് നിർത്തിയത്? എന്തിനാണ് പ്രൈവറ്റ് ബസ്സുകളിലെ പല ആളുകളും പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്? 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് അന്നത്തേക്കുള്ള പണം ലഭിക്കുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യം അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രിയദർശിനി ബസ് വന്നതിൻ്റെ അന്ന് അവർക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കാനുള്ള സൗകര്യങ്ങൾ പല ബസ്സുകളുണ്ട്. പ്രതിഷേധങ്ങളൊക്കെ നല്ലതാണ്. ഒരു സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി എങ്ങനെയാണ് 1 മാസം പോലും പൂർത്തിയാവാതെ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ ജൂൺ 15-നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ജൂൺ 15 കഴിഞ്ഞിട്ട് ജൂലൈ 15, 1 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിനു മുമ്പിട്ടാണ്. 1 മാസം തികയാതെ എങ്ങനെയാണ് ഒരു സർക്കാരിന് അത് വിലയിരുത്താൻ കഴിയുന്നത്? അതുകൊണ്ടുള്ള ആഘാത പഠനങ്ങൾ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? ഇപ്പോൾ ഞാൻ തന്നെ പല ആളുകളോട് ചോദിച്ചപ്പോൾ ഈ ബസ് സമരമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഇവിടെ നമ്മുടെ എഡിറ്റർ തന്നെ പറഞ്ഞതാണ്, ചില ബസ്സുകൾ അവരുടെ ഇഷ്ടത്തിനാണ് ഓടുന്നത്. ഇപ്പോൾ അതായത് ഉൾപ്രദേശങ്ങളിലായിരിക്കും ആ ബസ്സിൻ്റെ ഓട്ടമുള്ളത്. ആ ബസ്സുകൾ ആ ഉൾപ്രദേശത്തൂടെയൊന്നും പോകത്തില്ല. അതിന് പകരം ടൗൺ കയറി ഒറ്റ പോക്കാണ്. പലപ്പോഴും അതിലേക്ക് കാത്തു നിൽക്കുന്ന ആളുകൾ വെറുതെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ഉച്ച സമയങ്ങളിലൊക്കെ ആളില്ലെങ്കിൽ ബസ് എടുക്കത്തില്ല, റൂട്ട് കാണും.
ഓടാൻ ഈ സമയം തൊട്ട് ഈ സമയം വരെ ആയിരിക്കും. പക്ഷെ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആളില്ല, അവർക്ക് ഓടാൻ താല്പര്യമില്ലെങ്കിൽ അവർ അവിടെ വണ്ടി ഇട്ടേക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ബസ്സിലുണ്ട്. ഇപ്പോൾ പ്രോപ്പർ ഒരു രീതിയിലല്ല യഥാർത്ഥത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അവർ അവരുടെ ഇഷ്ടത്തിനാണ് യാത്ര പോകുന്നത്. ഈ പ്രധാനമായിട്ടും സ്വകാര്യ ബസ് അല്ലെങ്കിൽ ഈ ഒരു ടാക്സി പോലുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ ടാക്സി ആയിരിക്കും ഓടിക്കുന്നത്, അല്ലെങ്കിൽ ബസ്സോ ഓട്ടോ എന്തോ ആവട്ടെ, ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ട എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിൻ്റെ ഇടക്ക് ഈ ഒരു സാധാരണക്കാരൻ്റെ ഒരു അറ്റം മുഴുവൻ ഇടിച്ചു തകർക്കത്താണ് ഇവരുടെ യാത്ര മുഴുവൻ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവം ഞാൻ പറയാം. അതായത് എൻ്റെ നാട് തലവലപ്പറമ്പാണ്. എറണാകുളത്ത് നിന്നും പാലായിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്. ഈ ഒരു പ്രൈവറ്റ് ബസ് അത് നല്ല മഴയുള്ള ദിവസമാണ്, സന്ധ്യ സമയമാണ്. ആ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വളവ് പ്രദേശമാണ് ഈ അപകടത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് ഒരു വളവ് പ്രദേശമാണ്. ഒരു വളവുള്ള പ്രദേശത്ത് ഒരു വാഹനം എങ്ങനെ ഓടിക്കണം രാവിലെ? അതായത് സ്പീഡ് കുറച്ച്, അതും മഴയുള്ള സമയത്ത് ഈ ചീറിപ്പാനാണോ പോകേണ്ടത്, അതോ ഈ കൂടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ മനസ്സിലാക്കി പതിയെയാണോ പോകേണ്ടത്? പതിയാണ് അല്ലേ? ഈ ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടത്? സമയം ലാഭിക്കാൻ വേണ്ടി ഇവന്മാർ കത്തിച്ച് ചീറിപ്പായ്ച്ച് അങ്ങ് വിടുകയാണ്. അവസാനം ആ ബസ് ഒരു റോഡിൽ നിന്ന് മാറി ഒരു കുഴിയിലേക്ക് തെന്നി അടിച്ച് വീണു. 40 പേർക്കാണ് പരിക്കേറ്റത്. 40 പേർക്ക്. അതിലേതെങ്കിലും ഒരാൾക്ക് മരണം സംഭവിച്ചിരുന്നെങ്കിലോ? ഇവരന്മാർ തിരിച്ചു കൊടുക്കും ഇവന്മാരെ ഈ ചീറിപ്പാനുള്ള യാത്രക്കിടയിൽ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ഒരു ഡ്രൈവർ ആ ഒരു സ്പോട്ടിൽ അടുത്ത പുറകിൽ വന്ന ബസ്സിന്റെ കയറി ഇവൻ പിന്നെ പൊങ്ങിയത് അങ്ങ് കറുകച്ചാലുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിലാണ്. എന്നിട്ട് അവിടെ ചെന്നാണ് ഈ ഒരു പോലീസുകാരെ ഇവരെ പൊക്കിയത്. ഈ അപകടം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഈ ഡ്രൈവർ അടുത്ത ബസ് കയറി മുങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവന്മാരുടെ ഒരു എന്താ പറയാ, ഒരു ഇവന്മാരുടെ ഒരു എന്താ പറയാ, ഇതിന്റെ പേരിലുള്ള ഒരു ആത്മാർത്ഥത. അതെ, എന്തോ ഒരു ആത്മാർത്ഥത ഉണ്ടാവണമെന്ന് നമ്മൾ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി ഓടിച്ചവന്മാരാണ് ഈ കാണിക്കുന്ന പരിപാടിയല്ല. അല്ല, ഇതിനകത്ത് ഇപ്പോ അവര് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണെങ്കിലും 4 അറ്റം കൂട്ടിമുട്ടിക്കാനാണെങ്കിലും ജീവിതമാണ്, ജീവിത മാർഗമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അവര് ബസ് വാങ്ങിച്ചേക്കുന്നത് കാശ് കൊടുത്ത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പൊതുജനങ്ങളുടെ ജീവൻ വെച്ച് എന്തുകൊണ്ട് മത്സരോട്ടം നടത്തണം? അവിടേക്കാണ് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള മത്സര ഓട്ടങ്ങളാണ്. ഇപ്പോൾ ബസ് സർവീസ് നടത്തുക എന്നതിലല്ല, അതിനപ്പുറത്തേക്ക് മത്സര ഓട്ടം ഓടി കൂടുതൽ ആളുകളെ കയറ്റുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാകും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ടാക്സി ഡ്രൈവർമാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്? കാരണം ഗൂഗിൾ പേയോ മറ്റ് സംവിധാനങ്ങളോ ഊബറോ ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിലേക്കൊന്നും ഞങ്ങൾ പോകില്ല എന്ന് പറയുന്ന ആളുകൾ അനുഭവിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാരും ചെയ്യാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പം ഊബർ പോലുള്ള പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ പല ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ആളുകൾക്കും ഓട്ടമില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനകത്തും മറ്റൊരു കാര്യമുണ്ട്. വരുന്ന യാത്രക്കാരനെ സംബന്ധിച്ച് അവന് വളരെ വിലക്കുറവിൽ ഒരു ഓട്ടം കിട്ടുക. ഇപ്പോൾ ഞാൻ തന്നെ ആലുവയിൽ ഇറക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓരോ ഓട്ടോയിലും ഞാൻ കയറും, ആ ഓട്ടോയുടെ അടുത്തേക്ക് ചെല്ലും, ഓടത്തില്ല. സ്ഥലം പറയുമ്പോൾ പിന്നെ അവർ ഓടത്തില്ല. അതായത് ഒരു 80 രൂപ പോയിന്റാണ് അവിടുന്ന് ഇവിടം വരെ. അവർ അവിടേക്ക് വരുത്തില്ല. ആലുവയിൽ നിന്ന് തോട്ടുമുഖം വരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളൂ. ഈ 2.5 കിലോമീറ്റർ ഓടാൻ ഒരു ഓട്ടോക്കാരും തയ്യാറാകത്തില്ല. അവസാനം റോഡിലൂടെ പോയ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ അന്ന് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതാണ് മറ്റൊരു കാര്യം. കൂടെയുള്ള ആരെയും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അല്ലെങ്കിൽ ഊബർ എടുത്ത് വിളിച്ചാൽ മതി. അപ്പോൾ ഇവര് ഊബറുകാരെ കുറ്റം പറയുമല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വരും, നിങ്ങൾക്ക് ഇവിടെ ഓടാൻ അധികാരമുണ്ടോ? പലയിടങ്ങളിലും യൂബർ ഓടിക്കുന്ന ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തിയും തല്ലുക സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവർ ഓടാനൊട്ട് തയ്യാറുമല്ല. ഇത്തരത്തിലുള്ള ഊബറുകാർ വന്നു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കത്തുമില്ല, പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്നുള്ള ഒരവസ്ഥ. ഈ അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഊബറിനെ സംബന്ധിച്ച് ഊബർ ടാക്സിക്കാർക്ക് കൊടുക്കുന്ന പൈസ വളരെ കുറവായിരിക്കാം, ഫെയർ ചാർജ് കുറവായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് എന്താണ്, അവന് വളരെ ലാഭകരമായിട്ട് പോയിട്ട് വരാം. ഇപ്പൊ രാവിലെ കാത്തു നിൽക്കണ്ട, വണ്ടി എവിടെയുണ്ട്, വണ്ടി നമ്മുടെ മുറ്റത്ത് വരും. അത് മാത്രമല്ല, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ പ്രൈവറ്റ് ബസ്സുകാരിൽ ഈ ഒരു സ്പീഡ് ഗവർണർ എന്ന് പറയുന്ന ഒരു ഉപകരണം MVD അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്ര ബസ് ഇതുപോലെ ഈ ഒരു സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ട് ഓടിക്കുന്നുണ്ട്?
അല്ല അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ബസ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ തന്നെ ഈ സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പുതിയ മാർഗങ്ങൾ തേടുക. ഇപ്പോൾ KSRTC പ്രിയദർശിനി സർവീസ് സൗജന്യമായിട്ട് യാത്ര കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ സൗകര്യങ്ങൾ നോക്കുക. അപ്പോൾ ബസ്സിൽ വളരെ സൗകര്യപ്രദമായിട്ട് ഒരു KSRTC ബസ്സിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേണ്ടവർ അതിൽ കയറും. പൈസ കൊടുക്കുക, അതായത് പൈസ കൊടുത്തു പോകുന്ന ആളുകളും ഉണ്ട്. അവർക്ക് ആ സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ കാലഘട്ടം മാറി. പണ്ട് എല്ലാവരും സൗജന്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ വാലും ചുറ്റി പോകുന്ന ആളുകളല്ല. അവർക്ക് സൗകര്യങ്ങളും അവർക്ക് മികച്ച സംവിധാനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടിയിലേക്ക് വരും, വാഹനങ്ങളിലേക്ക് വരും. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഒരു പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു സ്ത്രീയുടേതാണ്. എനിക്കിതുപോലെ അത്യാവശ്യം ഞാൻ നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു, അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ജോലി ചെയ്യുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഈ ഒരു പ്രിയദർശിനി പദ്ധതി എന്തുകൊണ്ടും വളരെ നല്ലതാണ്. എന്നാലും എനിക്ക് ഈ ഒരു സൗജന്യ യാത്രയെ ഞാൻ അനുയോജിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു അഭിനന്ദിക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ കാശ് കൊടുത്ത് തന്നെ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇതുപോലുള്ള യാത്രക്കാരെ എന്തുകൊണ്ടും നമ്മൾ അംഗീകരിക്കണം, അവരെ അഭിനന്ദിക്കുകയും വേണം. അല്ല, ഇതിനകത്തെ പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ആഘാത വട്ടങ്ങൾ നടത്തി മറ്റു കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം. VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ എവിടെയോ കേട്ടു എന്ന് തോന്നുന്നു, അത്തരത്തിലുള്ള സ്ത്രീകൾക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കും, അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ എന്താണെങ്കിലും ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നൊരു പദ്ധതിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ സഹോദരിക്കാണെങ്കിലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇപ്പോൾ അമ്മയുടെ അമ്മയെ കാണാൻ പോകണം, അല്ലെങ്കിൽ അവിടേക്ക് പോയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്കാശ് നമ്മൾ കൊടുക്കണം. അതെ, കയ്യിൽ അധികം പണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അമ്മ ജോലി ചെയ്യുന്നതാണെങ്കിലും കയ്യിൽ പണമൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാലും അതെടുത്ത് പറിക്കും, പോകത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടൊരു യാത്ര ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ പോകും, അവരുടെ അമ്മയെ കാണും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ടൗണിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം. അപ്പോൾ ഇതെല്ലാം ഒരുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് VD സതീശൻ പറയുന്ന രീതിയിൽ അതൊരു എക്കണോമിക്കൽ ഫ്രണ്ട്ലി ആയിട്ട് മാറുകയാണ്. കൂടുതൽ ആളുകൾ വരും. ഇപ്പോൾ എന്താണ് പ്രിയദർശിനി ബസ് വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ബസ്സുകളിൽ ഇരിക്കാൻ സൗകര്യമില്ലാത്തത്രയും തിരക്കാണ്. ഇപ്പോൾ ആണുങ്ങളുടെ പരാതി എന്താണ്? ഞങ്ങൾ ബസ്സിൽ കയറാൻ സ്ഥലമില്ല. ഈ സൗജന്യ യാത്രാ തിരക്കുള്ള ബസ്സുകൾ നോക്കിയിട്ട് കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗവിയിലേക്കൊക്കെ പ്രൈവറ്റ് ബസ്സല്ല, സൗജന്യ പ്രിയദർശിനി ബസ്സുകളാണ് പോകുന്നത്. ഇതിൽ നിറയെ സ്ത്രീകളാണ്. അപ്പോൾ യാത്രക്കാർ ഒരുപാട് വരികയാണ്. കയറ്റാൻ കഴിയുന്നതിൽ അധികം ആളുകൾ കയറിയിട്ടാണ് ബസ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്താ വിഷയം കണ്ടിരുന്നു. അതായത് ഈ ബസ്സിൽ വരുമാന മാർഗം കുറഞ്ഞതുകൊണ്ട് ഈ ഒരു കണ്ടക്ടർമാർ ഈ പലഹാരങ്ങളുണ്ടല്ലോ, അതായത് കുഴലപ്പം, അച്ചപ്പം, അതുപോലുള്ള, അതായത് ഇതൊരു സൈഡ് ബിസിനസ് ആയി കൊണ്ടു നടക്കുക എന്നുള്ള രീതിയിൽ. ശരിക്കും അതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബസ് ജീവനക്കാർ ചെയ്യേണ്ടത്. കഴിവതും ബസ്സിൽ കയറുന്ന യാത്രക്കാരോടും മര്യാദയ്ക്ക് പെരുമാറുക. അതുമാത്രമല്ല, നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിക്കുക. ഈ വാഹനം ഓടിക്കുമ്പോൾ ചെവിയിൽ ഈ ഹെഡ്സെറ്റ് തിരികെ എന്തിനാണ് ഈ വാഹനം ഓടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മാന്യമായി, അല്ലെങ്കിൽ മര്യാദപൂർവ്വം ഒരു തൊഴിലെടുക്കുന്ന ഒരാളുടെയും വയറ്റത്തടിക്കുന്ന പദ്ധതിയല്ല ഈ പ്രിയദർശിനി പദ്ധതി. അല്ല, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ അത് വലിയ വിഷയങ്ങൾ ഉണ്ടാകും. അപ്പോൾ കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ടൈപ്പ് റൈറ്ററിനെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് സമരം നടത്തിയ നാടാണ് നമ്മളുടേത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ സൗജന്യ യാത്ര വരുമ്പം ബസ്സുകളിലേക്ക് യാത്രക്കാരുടെ എണ്ണം കുറയുമെന്നൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എന്താണ്, പുതിയ മാർഗങ്ങൾ തേടുക. ഇപ്പോൾ സർക്കാർ നിയമസഭയിൽ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ, കൊറിയർ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗം ഉണ്ടാക്കണം. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ അത് പരസ്യങ്ങളാക്കി മറ്റൊരു വരുമാന മാർഗം കണ്ടെത്തണം. വരുമാനം എന്ന് പറയുന്നത് യാത്രക്കാരിലൂടെ മാത്രമല്ലല്ലോ, മറ്റുള്ള സംവിധാനങ്ങളിലൂടെ കണ്ടെത്താം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം, അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം കണ്ടെത്താൻ എല്ലാവരും തയ്യാറാകണം.